നോറയുടെ വീട്ടുകാർ വന്നു പോയതിനു ശേഷം വളരെ നെഗറ്റീവായിട്ടാണ് നോറ വീട്ടുകാരെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിച്ചത്. ബിഗ് ബോസ് ഹൗസിലേക്ക് വീട്ടുകാർ വരുന്ന ടാസ്കിൽ പോലും നോറ പറഞ്ഞിരുന്നത് തന്റെ ഉപ്പ വരില്ലെന്നായിരുന്നു. എന്നാൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഉപ്പ ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയും നോറയുടെ ഇഷ്ടത്തോടെ ഒരുപാട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ നോറയുടെ ഉപ്പ നോറയോട് എങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്, പെരുമാറിയതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഹൗസിനുള്ളിൽ വെച്ച് നോറയോട് നന്നായി പഠിച്ച് നല്ലൊരു ജോലി വാങ്ങാനും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കുക എന്നൊക്കെ പറഞ്ഞതും നോറയോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്നും വളരെ നന്നായി തന്നെ കളിക്കണമെന്നൊക്കെ നോറയുടെ ഉപ്പ പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ അവർ എന്ത് സപ്പോർട്ടാണ് നോറയ്ക്ക് നൽകേണ്ടത്? എന്നാൽ പാരന്റ്സ് വന്നു പോയതിനു ശേഷം നോറ എല്ലാവരോടും പാരന്റ്സിനെ കുറിച്ച് പരാതി പറഞ്ഞു നടക്കുന്നത് എല്ലാവരും കേട്ടതാണ്. ചിലർ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ അൻസിബ പറയുന്നുണ്ട്, നോറയുടെ അച്ഛൻ ഒരു കൺസർവേറ്റീവ് ഓർത്തഡോക്സ് ആയിട്ട് പോലും അയാൾ സപ്പോർട്ട് ചെയ്യാൻ അവിടെ വന്നു. പക്ഷെ അവൾ അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലും സിജോ നോറയുടെ വഴക്കുണ്ടാക്കിയ ആ ഒരു സമയത്ത് പോലും നോറയുടെ ഒരുപാട് നെഗറ്റീവ്സ് പറഞ്ഞിരുന്നു. നീ ഇവിടെ ഇമോഷണൽ ഡ്രാമ കളിച്ചാണ് പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ഒരു സമയത്താണ് പലരും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് നോറയെക്കുറിച്ച് മാറി നിന്നുള്ള സംസാരങ്ങൾ തുടങ്ങിയത്. എന്തിനു പറയുന്നു, ലാലേട്ടൻ പാരന്റ്സ് വന്നതിൽ നോറയെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പോലും നോറ അതിൽ ഹാപ്പി ആയിട്ട് റിയാക്ട് ചെയ്യുന്ന പോലുമില്ല. അൻസിബ പറയുന്നുണ്ട്, ഇന്ന് വരെ നോറ ഇവിടുത്തെ ആരുടെയെങ്കിലും കഥ കേട്ടിരുന്നിട്ടുണ്ടോ? എന്നാൽ അവളുടെ കഥ ഇവിടെ എല്ലാവരും കേട്ടതാണ്, തമാശ കഥകൾ പോലും. ഇതൊക്കെ അവൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്, ഞാൻ ഇതൊന്നും പറയണ്ട എന്ന് വിചാരിച്ചതാണ്. അതുപോലെ അൻസിബ പറയുന്നു, എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. എല്ലായിടത്തും നോറ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ ആ മനുഷ്യൻ എല്ലാവരുടെയും മുൻപിൽ നെഗറ്റീവ് ആവുകയാണ്. അപ്പൊ അഭിഷേക് പറയുന്നുണ്ട്, അതെ, അങ്ങനെ പറഞ്ഞ എല്ലാവരുടെയും മുൻപിൽ ആ അച്ഛനെ കരിവാരി തേക്കുകയാണ്. അപ്പോൾ അൻസിബ പറയുന്നുണ്ട്, നോറക്ക് അച്ഛനെയും അമ്മയെയും കരിവാരി തേച്ചാണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് കിട്ടുന്ന പൈസയും കപ്പും മതിയെന്ന്. സുഹൃത്തിനെ പറ്റി പറയാൻ നോറക്ക് 1000 നാവുണ്ട്. ഈ സുഹൃത്തിനെ കാണാനും സുഹൃത്തിനോട് സംസാരിക്കാനും വലിപ്പം വെച്ചതും ഇതേ പാരന്റ്സ് നോക്കി വളർത്തിയിട്ടാണ്. ഈ എഡ്യൂക്കേഷൻ ആരാണ് കൊടുത്തത്? ഒറ്റക്ക് സ്കൂളിൽ ചേർന്നോ? ഒറ്റക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചോ? ഇതൊക്കെ പറഞ്ഞങ്ങനെ ഒരുപാട് നോറയെ അൻസിബ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ചിലർ ചിലപ്പോൾ വിചാരിച്ചേക്കാം, അൻസിബ എന്തിനാണ് ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നത്, നേരെ പോയി പറഞ്ഞൂടെ എന്ന്. പക്ഷെ അൻസിബ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് നോറയെ പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്നാൽ ആരെന്ത് പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഒരു രീതിയാണ് നോറയുടേത്. അങ്ങനെ ഹൗസിനുള്ളിൽ ഇപ്പോഴുള്ള എല്ലാ ആളുകളും നോറയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നോറ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മാറി നിന്ന് വിലയിരുത്തുകയാണ്.